ഹലോ എവരി വൺ, നിങ്ങൾ ഫ്രോഗ് ഇൻ എ ബോയിലിംഗ് വാട്ടർ തിയറി കേട്ടിട്ടുണ്ടോ? അതിലെന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു തവളേനെ ചൂട് വെള്ളത്തിൽ പിടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അപ്പം തന്നെ അതിന്ന് ചാടിപ്പോവും ഇല്ലേ? അതേസമയം ആ തവളേനെ നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു വെള്ളത്തിലിട്ട് വെക്കാൻ, സാധാരണ പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മളതിൻ്റെ ചൂട് പതുക്കെ 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 കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തവള എന്ത് ചെയ്യും? ആദ്യം അത് കിടക്കുമ്പോൾ പച്ചവെള്ളമാണ്, ഓക്കെ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ് കിടക്കും. പതുക്കെ പതുക്കെ അതിന് ചൂട് കൂടാൻ തുടങ്ങും. അപ്പോൾ ഒരു ലൂക്ക് വാം വാട്ടറൊക്കെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവളയ്ക്ക് എന്ത് തോന്നുമായി? നല്ല രസമുണ്ട്, നമുക്കിങ്ങനെ ഒരു ചൂടുവെള്ളത്തിലൊക്കെ ഇരിക്കാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഇരിക്കും. പതിയെ 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 ഇതിൻ്റെ ചൂട് കൂടുന്നത് അറിയില്ല. അതെന്ത് ചെയ്യും? അഡ്ജസ്റ്റഡ് ആവും ആ ഒരു വെള്ളമായിട്ട്. അത് അഡ്ജസ്റ്റഡ് ആയിട്ട് ആ ഒരു ചൂട് അതിങ്ങനെ ഓക്കെ ഫൈൻ, ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് അതങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഈ വെള്ളത്തിൻ്റെ ചൂട് കൂടി അത് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തവളയ്ക്ക് എന്ത് മനസ്സിലാവും? ഓക്കെ, ഇത് പ്രശ്നമാണ്, നമുക്ക് ഇതിന്ന് പുറത്ത് ചാടണം എന്നുള്ളത് മനസ്സിലാവും. പക്ഷേ അതിനെക്കൊണ്ട് അതിന് സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? ഈ ഒരു വെള്ളവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ എനർജി മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് ചാടാനുള്ളൊരു എനർജി അതിനുണ്ടാവില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യും? ആ ചൂട് വെള്ളത്തിൽ കിടന്ന് മരിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത്. സോ ഈ തിയറി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളും ഈ തവളയെ പോലെയാണ്. നമ്മളുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻസും ഇതുപോലെ തന്നെയാണ്. ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ തവള എന്തുകൊണ്ടാണ് മരിച്ചത്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പൊതുവേ എല്ലാവരും പറയാറുള്ളത് വെള്ളം തിളച്ചതായതുകൊണ്ട്, ആ തിളച്ച വെള്ളത്തിൽ കിടന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്? തവള മരിച്ചത് എന്നാണ് പറയാറുള്ളത് അല്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ചാൽ അങ്ങനെയാണോ? ഈ തിളച്ച വെള്ളമാണോ തവള മരിക്കാനുള്ള കാരണം? അതോ എപ്പോൾ ഈ വെള്ളത്തിൽ നിന്നും പുറത്ത് ചാടണം എന്നുള്ള ഒരു ഡിസിഷൻ ആ തവളയ്ക്ക് എടുക്കാൻ പറ്റാതിരുന്നതാണോ അതിൻ്റെ മരണത്തിന് കാരണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഭയങ്കരമായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും മാറുന്നു എന്ന് തവളയ്ക്ക് മനസ്സിലാവുന്ന സമയത്ത് അതിൽ നിന്നും പുറത്ത് ചാടാനുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിരുന്നു എങ്കിൽ ആ തവള മരിക്കുമായിരുന്നു? ഇല്ലല്ലോ. സോ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ കാര്യം. നമ്മളുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻസൊക്കെ ചില സമയത്തൊക്കെ നമ്മളെ ഫിനാൻഷ്യലി, ഇമോഷണലി, ഫിസിക്കലി, മെൻ്റലി ഒക്കെ ഡ്രെയിൻ ചെയ്യുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെയുള്ള സമയത്തൊക്കെ എന്താണ് റൈറ്റ് ഡിസിഷൻസ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒഴിവാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ആ ഒരു ലൈഫ് ലെസനാണ് ഈ ഒരു തിയറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സോ ആ തവളയെ പോലെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ, നല്ല സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് സുഖമായിട്ട് കോസിയായിട്ടിരിക്കാം എന്നുള്ള രീതിക്കാണ്. പക്ഷേ ആ സിറ്റുവേഷൻ അത്രയും മോശമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു ടൈം പോയിൻ്റ് ഉണ്ടാവും. അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് ഒരു കഴിവാണ്. ഈ തവളയെ പോലെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതിന് പകരം നമ്മളുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ളതല്ലേ, നമുക്കത് ഹാംഫുൾ ആയിട്ടുള്ള തരത്തിലുള്ളതല്ലല്ലോ, ടോക്സിക് അല്ലല്ലോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?